സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിലും കായംകുളം മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രഥമ ശ്രേണിയിൽ എത്തിയ പ്രതിഭകളെ ആദരിക്കൽ പ്രതിഭ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ച് പുനരുദ്ധരിച്ച NH66 DTPC അമ്യൂണിറ്റി സെന്റർ റോഡിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ച ഓടയുടെയും ഉദ്ഘാടനം ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്ക് MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും തുക അനുവദിച്ച് പുസ്തകങ്ങൾ വിതരണം എന്നിവ നടന്നു. പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും നെയ്യാറ്റിൻകര കുളത്തൂരിൽ നടന്ന 45ാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിലും കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രഥമ ശ്രേണിയിലെത്തിയ പ്രതിഭകളെ ദ്യുതി 2025ന്റെ ഭാഗമായി ആദരിച്ചു. ഇതോടൊപ്പം MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ച് പുനരുദ്ധരിച്ച NH66 DTPC അമ്യൂണിറ്റി സെന്റർ റോഡിന്റെയും പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഓടയുടെയും ഉദ്ഘാടനം ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്ക് അഡ്വക്കേറ്റ് പ്രതിഭ MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും തുക അനുവദിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണവും നടന്നു. ചടങ്ങുകളുടെ ഉദ്ഘാടനവും വിതരണോദ്ഘാടനവും അഡ്വക്കേറ്റ് പ്രതിഭ MLA നിർവഹിച്ചു. ഇപ്പം ലഹരി ഏറ്റവും കൂടുതൽ പ്രയാസമായി നമ്മുടെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടെന്നറിയില്ല, ലഹരിക്ക് വൻ ഡിമാൻഡാണ് ഇക്കാലത്ത്. അതൊരു പ്രശ്നമല്ല എന്ന് പോലും വിചാരിക്കുന്ന ഒരു തലമുറ സങ്കടകരമാണ്. അങ്ങനെ ഇരിക്കെയാണ് കേരള നിയമസഭ വായനയാണ് ലഹരി എന്ന ക്യാമ്പയിൻ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി നമ്മൾ കായംകുളം മണ്ഡലത്തിൽ മനോഹരമായൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിന്ധു ടീച്ചറിനും ജയ ടീച്ചർക്കൊക്കെ അറിയാം. നമ്മൾ ഇലയും ഇതളും ഭംഗിയായി നടത്തിയിട്ടുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്. അങ്ങനെ ഇത്തവണയും നിയമസഭയുടെ പുസ്തകം നമ്മൾ 2 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 ഹൈസ്കൂൾ ലൈബ്രറികൾക്കായി 5571 പരം പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടത് വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പം 3ാമത്തെ വർഷമാണ് നമ്മളിത് ചെയ്യുന്നത്. അതോടൊപ്പം കായംകുളത്തിൻ്റെ ഒരു മനോഹരമായ ചിത്രം വരച്ച് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ശ്രീ രാജേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ്, വലിയ കലാകാരനാണ്. രാജേഷ് അന്ന് നമുക്ക് ആദരിക്കാൻ കഴിഞ്ഞില്ല, ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളെല്ലാം ചേർക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് വന്ന് നമ്മുടെ ജില്ലയുടെ അഭിമാനമായി മാറിയിട്ടുള്ള A ഗ്രേഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്കെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വലിയ കയ്യടി കൊടുക്കണം. അവർ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് ആ കുഞ്ഞുങ്ങൾ കൊല്ലത്ത് മത്സരത്തിൽ പങ്കെടുത്തിട്ട് വന്നിട്ടുള്ളത്. അവിടുന്ന് നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ട നമ്മളുടെ ചിത്രകാരൻ ശ്രീ രാജേഷ് ആചാര്യ എത്തിയിട്ടുണ്ട്, ഇവിടേക്ക് ഇരിക്കണം. കായംകുളത്തിൻ്റെ ഒരു മനോഹരമായ ചിത്രമാണ് കേട്ടോ ഇദ്ദേഹം വരച്ചു തന്നത്. അത്ര അതിമനോഹരമായിട്ടാണ് വരച്ചു തന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകം സ്നേഹം ഇവിടെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ കലാപരിപാടി ഒരു 10-11 ഐറ്റം മാത്രമേ ഉള്ളൂ. അത് കുട്ടികളുടെ കലാപരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ P ശശികല അധ്യക്ഷയായി. മുതുകുളം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ D അംബുജാക്ഷി, ഇന്ദിരാദാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പവനനാഥൻ, C സുധാകരക്കുറുപ്പ്, കോട്ടിലേത്ത് ശ്രീഹരി, കായംകുളം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS സുൽഫിക്കർ, S കേശുനാഥ്, ഷാമില അനിമോൻ, മായാദേവി, ഫസാന ഹബീബ്, DTPC സെക്രട്ടറി അജേഷ് KG, കായംകുളം DSP N ബാബുക്കുട്ടൻ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി S ചന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി സനൽ ശിവൻ, പ്രശസ്ത ചിത്രകാരൻ രാജേഷ് ആചാര്യ എന്നിവർ പങ്കെടുത്തു. CDNet News, കായംകുളം.